ഹിന്ദുവിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഇവരുടെ എല്ലാം നാവിന് ബലം കൂടുന്നത്. അതെ, മറ്റേതെങ്കിലും ഇതര മതസ്ഥരുടെ ഒരു ആവശ്യങ്ങൾക്ക് മുമ്പിലും ഇവരുടെ നാവ് പൊങ്ങില്ല. അവര് കീഴടങ്ങോട്. ഈ ആറ്റുകാൽ എന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന് കല്ല് എന്ന ദ്രാവിഡ സങ്കല്പത്തിലുണ്ട്. അപ്പോൾ ആറ്റിൻ്റെ തീരത്തുള്ള ക്ഷേത്രം അത് ആറ്റുകല്ല്, അത് ആറ്റുകാലായി മാറിയതാവാം എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. ആ കിള്ളിയാറിൽ കുളിച്ചുകൊണ്ട് പോകുന്ന ഒരു കൊച്ചു ബാലിക, സുന്ദരിയായ ബാലിക വന്നിട്ട് എന്നെ മറുകര എത്തിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷം, നല്ല ഒഴുക്കുണ്ട്. അദ്ദേഹം ആ കുട്ടിയെ തോളിലെടുത്തിട്ട് മറുകര എത്തിച്ച് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് സൽക്കരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മറുകര എത്തിച്ച കുട്ടിയെ പിന്നെ കണ്ടില്ല. ഹിന്ദുത്വത്തെ നശിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരാൻ സാധിക്കൂ എന്നുള്ള മിഥ്യാധാരണ ഇവർക്കുണ്ട്. കാരണം ഈ ഹൈന്ദവ ദർശനം മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മികത അത് വളരെ സ്വീകാര്യമാണെന്ന് യൂറോപ്പിലാകെ പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സ്വീകാര്യത ഉള്ളത് കൊണ്ടാണ് അരാജകവാദം ഉണ്ടാക്കുക എന്നുള്ളത്. ഈശ്വരവിശ്വാസം നശിപ്പിച്ച് അരാജകവാദം ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് കൊടിപിടിക്കാൻ ആളെ കിട്ടും. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലേക്ക് വന്ന വൈദേശികരാണെങ്കിലും ശരി ചെയ്തത് ഈ ആധ്യാത്മികതയെ നശിപ്പിക്കാനാണ്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയായിട്ട് അനുബന്ധിച്ച് ഐതിഹ്യവും ഇപ്പോൾ നടന്നു വരുന്ന കുറച്ച് വിവാദങ്ങളുമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം KV രാജേന്ദ്രൻ, അദ്ദേഹം തപസ്യയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. ചേട്ടാ സ്വാഗതം. നമസ്തേ. ഈ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരംകാർക്ക് ഒരു അഭിമാനത്തിൻ്റെ അഭിമാന മുഹൂർത്തത്തോടൊപ്പം തന്നെ നമുക്കൊരു ആവേശം തരുന്നതാണ് ഈ പൊങ്കാലയും. അത്രയ്ക്കും ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും ജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ 50 ലക്ഷമൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അവർ 50 ലക്ഷത്തിന് മുകളിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു പൊങ്കാല. ആ സമയത്താണ് ഇപ്പോൾ ഒരു വിവാദം ഉണ്ട്. നമുക്ക് വിവാദത്തിന് മുമ്പ് ആ പൊങ്കാലയുടെ ഒരു ഐതിഹ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാവുന്നത്. ആറ്റുകാലമ്മച്ചി അത് തിരുവനന്തപുരത്തുകാരുടെ പൊതുവെ കേരളീയരുടെ കുലദൈവമാണ്, ദേശദൈവമാണ് എന്നുള്ള സങ്കല്പമുണ്ട്. അന്നപൂർണേശ്വരി ഭാവത്തിലാണ് അമ്മയുടെ ഇരിപ്പ്. അവിടെ പാണ്ഡ്യരാജാവിനെ വധിച്ചതിന് ശേഷം ഭദ്രകാളി രൂപത്തിൽ അല്ലെങ്കിൽ വേതാള രൂപത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് അമ്മ. ഭയങ്കര ശക്തിദായകയാണ്, അപ്പം തന്നെ അനുഗ്രഹദായകയുമാണ്. ആശ്രയിക്കുന്നവർക്ക് അഭയം തരുന്ന അമ്മയുടെ സങ്കല്പം. ഈ ആറ്റുകാൽ എന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന് കല്ല് എന്ന ദ്രാവിഡ സങ്കല്പത്തിലുണ്ട്. അപ്പോൾ ആറ്റിൻ്റെ തീരത്തുള്ള ക്ഷേത്രം അത് ആറ്റുകല്ല്, അത് ആറ്റുകാലായി മാറിയതാവാം എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രസിദ്ധമായ മുല്ലവീട്ടിൽ തറവാട്ടിലെ കാരണവർ പണ്ട് കിള്ളിയാറിൽ കുളിച്ചുകൊണ്ട് പോകുന്ന ഒരു കൊച്ചു ബാലിക, സുന്ദരിയായ ബാലിക വന്നിട്ട് എന്നെ മറുകര എത്തിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷം, നല്ല ഒഴുക്കുണ്ട്. അദ്ദേഹം ആ കുട്ടിയെ തോളിലെടുത്തിട്ട് മറുകര എത്തിച്ച് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് സൽക്കരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മറുകര എത്തിച്ച കുട്ടിയെ പിന്നെ കണ്ടില്ല. കാരണം അവരോടൊക്കെ അന്വേഷിച്ചു, കണ്ടില്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിന് സ്വപ്ന ദർശനം ഉണ്ടായി. ഞാൻ ബാലികയുടെ രൂപത്തിൽ വന്നപ്പോൾ നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. അവിടെ 3 അടയാളങ്ങൾ കാണും, വര കാണാം. ആ സ്ഥലത്ത് എന്നെ കുടിയിരുത്തി ക്ഷേത്രം നിർമ്മിച്ചാൽ അവിടെ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് ചൊല്ലുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തൻ്റെ കുടുംബത്തിൻ്റെ തെക്കത് കാവ് അവിടെ നോക്കിയാൽ ശൂലം കൊണ്ട് വരച്ച 3 വര കാണുകയും അവിടെ തന്നെ ചെറിയൊരു ക്ഷേത്രം കെട്ടി അമ്മയെ പ്രദക്ഷിക്കുകയും ചെയ്തു എന്നാണ്. അത് കണ്ണകിയാണെന്നുള്ള ചില ആളുകൾ പറയും. പക്ഷെ കണ്ണകിയല്ല, കന്യാവാണെന്നാണ്. കന്യാവാണ്, കന്യ. അപ്പോൾ ചിലപ്പതികാരം എന്ന കൃതിയിൽ കാണുന്ന ആ കോവിലൻ്റെ ഭാര്യയായിട്ടുള്ള കണ്ണകിയല്ല. ഇത് പാണ്ഡ്യരാജാവ് ഒരു തെറ്റും ചെയ്യാൻ തന്നെ ഭർത്താവിനെ വധിച്ചതിന് പാണ്ഡ്യരാജാവിനെ കൊന്ന് വന്ന കന്യ ശരിക്കും കൊടുങ്ങല്ലൂർ പോയിട്ട് ഭദ്രകാളിയിൽ വിലയം പ്രാപിക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ പാടി കുടിയിരുത്തുന്നത് കൊടുങ്ങല്ലൂർ അമ്മയെ തന്നെയാണ്. കൊടുങ്ങല്ലൂർ വാഴും ഭഗവതി തന്നെയാണ്. അപ്പോൾ ആ ശക്തിദായകയാണത്. അങ്ങനെയുള്ള ആ ഒരു ക്ഷേത്രം
വളരെ പുരാതനമാണ്. ഒരുപക്ഷെ ലോക റെക്കോർഡ് ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് ചേരുന്ന സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിപ്പേരുള്ള ഈ ക്ഷേത്രം ലോക പൈതൃകത്തിൻ്റെയും ലോക ഗിന്നസിൻ്റെയും ഒക്കെ പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ആ പട്ടിക ഇടം പിടിച്ചിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ തിരുവനന്തപുരത്തിന് മഹാ ഉത്സവമായിട്ട് മാറുകയും അതെല്ലാവരും അതിനെ സഹകരിക്കുകയും അന്യമത വിശ്വാസികൾ പോലും ഈ ദിവസങ്ങളിൽ അവരുടെ വീടും പറമ്പും എല്ലാം പൊങ്കാലക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് കാണുന്നൊരു മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വലിയൊരു വിളംബരം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. മുസ്ലിം ദേവാലയങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും പോലും അവിടെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ അമ്മയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ആറ്റുകാല്. അത് എങ്ങനെയാണ്, അങ്ങ് എന്തെങ്കിലും ഓർത്തെടുക്കാനായിട്ടുണ്ടോ? അല്ല, പലരും പലരുടെയും വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ പലരും അമ്മയെ കണ്ടിട്ടുണ്ട്. സ്ത്രീയുടെ ഇപ്പം തന്നെ അത് പേര് പറഞ്ഞാൽ പ്രശ്നമോ അതൊന്നും പറയുന്നില്ല. ഒരമ്മ ഒരു വീട്ടിലിങ്ങനെ വന്ന് വെള്ളം ചോദിച്ചു വന്നു. എനിക്കറിയുന്നൊരു വീടാണ്. പക്ഷെ അത് വന്ന് വെള്ളം ചോദിച്ചിട്ട് ചായ കൊടുത്തു, ചായ കുടിച്ചു, പുറത്തിറങ്ങി എങ്ങോട്ട് പോകണം, ഞാൻ അക്കരെ അനിയത്തിയെ കാണാൻ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയാണ്. വീട്ടുകാർ ശ്രദ്ധിച്ചില്ല. ആ വീട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് നടന്ന വീടാണ്. അപ്പോൾ ഒരു ഭാര്യ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിലും ഹിന്ദു ആരാധന ഒക്കെ സ്വീകരിച്ച ഒരു കക്ഷിയാണ്. ഒരു ഭർത്താവിനോട് പറഞ്ഞ രണ്ടുപേരും കൂടെ ആ പ്രദേശത്ത് മുഴുവൻ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പം അനിയത്തിയെ കാണാൻ വന്നു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കുണ്ടുമങ്കട ദേവിയുണ്ട്. ആറ്റുകാലമ്മ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ് അമ്മയുടെ രൂപത്തിൽ പറഞ്ഞ് ഉണ്ട്. ഉത്സവ സമയത്ത് ബാലികയുടെ രൂപത്തിൽ അവിടെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വന്ന് വഴിതെറ്റി വരുന്ന ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നൊരു ബാലിക, രാത്രിയിൽ ഇങ്ങനെ ബാലിക നിന്നു. അങ്ങനെയുള്ള ഇതൊക്കെ ഒരുപാട് പേര് പറഞ്ഞ അനുഭവമുണ്ട്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമൊന്നും ഇല്ല. പല ആളുകളും സംസാരിക്കുമ്പോൾ കൂടുതലും ഈ അമ്മമാരാണ് ഈ അനുഭവങ്ങൾ പറയാറുള്ളത്. ഞാൻ ദേവിയെ കണ്ടുവെന്നും അവർ എല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിച്ചിട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവരുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ. അവിടെ വഴിതെറ്റി വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അമ്മ രാത്രിയിൽ നിന്നിട്ട് അമ്മ വഴി കാട്ടിക്കൊടുത്തു. ഒരു വയസ്സായ സ്ത്രീ വഴി കാട്ടിക്കൊടുത്തു. അത് ആറ്റുകാലമ്മയായിരുന്നു എന്നുള്ള അനുഭവമുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആപത്തുകളിൽ നിന്ന് അപകടം വരുമ്പോൾ ഇങ്ങനെ അപകടം വരുന്ന സമയത്ത് അമ്മ വന്നിട്ട് സഹായിച്ചു എന്നുള്ള അഭിപ്രായവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധാരാളം പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങളും ഇത്തരം ഭക്തിയും ഒക്കെ ഉള്ള ഒരു സമയത്താണ് ഇപ്പോൾ ഒരു വിവാദവും കൂടെ വന്നത്. അതായത് ഇപ്പോൾ കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഉത്സവമാണ്. BJP അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന VV രാജേഷ്, ആശാനാഥ്, അങ്ങനെ കൗൺസിലർമാരെല്ലാം കൂടെ ആദ്യമായി വരുന്നു. അവർ നടത്തുന്ന ആദ്യത്തെ ഉത്സവമാണ്. ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് നേരത്തെ കൂട്ടി പല മുന്നൊരുക്കങ്ങളും തയ്യാറാക്കിയിരുന്നു. സമയത്തിന് ടാർ ചെയ്യാത്ത അല്ലെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആ രീതിയിലൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ പല ചർച്ചകളും കണ്ടതാണ്. ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞു. ഈ അടുത്ത ദിവസം കൊഞ്ചിറയുള്ള ക്ഷേത്രം, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു. ഈ ഏതാണ്ട് 10-12 വാർഡുകളിൽ വെള്ളം എത്തിയിട്ടില്ല. അപ്പം ഈ ഉത്സവ സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അടുത്ത വരാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് വെള്ളം സുലഭമായി കിട്ടിയില്ലെങ്കിൽ അത് നിരവധി ഭക്തരെ ബാധിക്കും. ഒരുപാട് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് പുറത്തുള്ളവർ, ലോകത്തുനിന്ന് പുറത്തുള്ളവരൊക്കെ വരുന്നുണ്ട്. ഭാരതത്തിന് പുറത്തുള്ള ആളുകളൊക്കെ പൊങ്കാലയിടാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു വിവാദം അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു? അല്ല, വിവാദം ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ വിവാദം ഉണ്ടാക്കൽ മാത്രമല്ല, ഇത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അതെ അതെ, ഈ ഈശ്വര വിശ്വാസത്തെ തകർക്കുന്ന വിവാദമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈശ്വര വിശ്വാസത്തെ തകർക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ ചെയ്തിട്ടുള്ള ഏർപ്പാട് ഇത് തന്നെയാണ്. ബംഗാളിലാണെങ്കിലും ശരി, ഒരു അരാജകവാദം ഉണ്ടാക്കുക എന്നുള്ളത്. ഈശ്വരവിശ്വാസം നശിപ്പിച്ച് അരാജകവാദം ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് കൊടിപിടിക്കാൻ ആളെ കിട്ടത്തുള്ളൂ. അപ്പം കേരളത്തിലും ഭാരതത്തിലും സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതയാണ് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അന്തസത്ത. ഇതിനെ തകർക്കണം. ഇത് ഇസ്ലാമിക ടെററിസ്റ്റുകൾ ആയാലും ശരി, ആദ്യകാലത്ത്
3000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലേക്ക് വന്ന വൈദേശികരാണെങ്കിലും ശരി ചെയ്തത് ഈ ആധ്യാത്മികതയെ നശിപ്പിക്കാനാണ്. അതിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ഇപ്പം ഗോറിയും ഗസ്നിയും 18 പ്രാവശ്യമാണ് സോമനാഥ ക്ഷേത്രം തകർത്തത്. അതിൻ്റെ 1000 വർഷമാണ്. ആ സോമനാഥ ക്ഷേത്രം തകർത്തതിന് ശേഷം അത് പുനർനിർമ്മിച്ചു. അതിൻ്റെ 1000 വർഷം തികയുന്ന വേളയാണിത്. ഈ വർഷം 2026. 2026 ക്ഷേത്രം തകർത്തതും പുനർനിർമ്മിച്ചതും. ഞാൻ സൂചിപ്പിച്ചത് ഹിന്ദുത്വത്തെ നശിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരാൻ സാധിക്കൂ എന്നുള്ള മിഥ്യാധാരണ ഇവർക്കുണ്ട്. കാരണം ഈ ഹൈന്ദവ ദർശനം മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മികത അത് വളരെ സ്വീകാര്യമാണെന്ന് യൂറോപ്പിലാകെ പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സ്വീകാര്യത ഉള്ളത് കൊണ്ടാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഭരണം വരുമ്പോൾ അവരെല്ലാ കാലത്തും ഇത്തരം ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം 950 ശബരിമല തീയപ്പ്, അതിനെക്കുറിച്ച് അന്വേഷിച്ച കേശവമേനോൻ കമ്മീഷൻ, DIG കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. കരിമ്പനാൽ കുടുംബത്തിലെ ആളുകൾക്ക് അതിനകത്ത് ബന്ധമാണ്. നായാട്ടിന് പോയ കരിമ്പനാൽ കുടുംബത്തിലെ ആളുകളാണ് ആ ക്ഷേത്രം തകർത്തത്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അന്ന് EMS നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അവർ 57 പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കേസ് ശബരിമല കേസിലെ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഹിന്ദു വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ ലോകത്താദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു എന്ന് അവകാശപ്പെടുന്ന ആ 57 EMS സർക്കാർ വന്നത് അങ്ങനെയാണ്. പക്ഷെ എന്നിട്ട് അവർ ചെയ്തില്ല. അതെ, മാത്രമല്ല ക്ഷേത്ര വിധ്വംസക പ്രവർത്തനങ്ങൾ, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞ ആളുകളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ കൂടി ഭരണത്തിലേറ്റിക്കൊണ്ടുള്ള സമീപനങ്ങളുണ്ടായത്. ഇപ്പം അടുത്ത കാലത്തുണ്ടായ ശബരിമല, ഞാൻ അതിലേക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതിൻ്റെ നമ്മുടെ വിഷയമല്ലത്. ആറ്റുകാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ദേശീയ മനസ്സാണ്, തിരുവനന്തപുരത്തിൻ്റെ ആധ്യാത്മിക മനസ്സാണ്. അതിനെ തകർക്കുക, അത് ഇപ്പോൾ പ്രത്യേകിച്ചും BJP ആണ് ഇവിടെ ഭരിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. മേയർ VV രാജേഷ് വന്ന ആദ്യത്തെ ഒരാഴ്ച തന്നെ അദ്ദേഹം ചെയ്ത് നിങ്ങൾ പറഞ്ഞ മാതിരി അതെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചൊരു മീറ്റിംഗ് നടത്തി സുഗമമായി നടത്തണം, പൊങ്കാല ഈ വർഷം സുഗമമായി നടത്താനുള്ള ഏർപ്പാടുണ്ടാക്കി. ഇത് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളൊരു മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാനല്ലാതെ വേറെ ആരെ കമ്മിറ്റി വിളിക്കുക, മീറ്റിംഗ് വിളിക്കുക? ഗവൺമെൻറ്റല്ലേ മീറ്റിംഗ് വിളിക്കേണ്ടത്, കോർപ്പറേഷൻ ആരാ ഉത്തരവാദിത്വം കൊടുത്തത് എന്നുള്ള ധാരണയിൽ അദ്ദേഹത്തിന് അത് പിടിച്ചിട്ട് ശിവൻകുട്ടി പിന്നെ വേറൊരു മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ എങ്ങനെ BJP ഭക്തജനങ്ങളെ BJPക്ക് എതിരാക്കുക? ഒന്ന്, ആറ്റുകാൽ പൊങ്കാല പൊളിക്കുക. 2, ഈ ആറ്റുകാൽ ദേവിയുടെ വിശ്വാസമുള്ള ആളുകൾ, ഞാനിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളൂ, ഈ ഭക്തജനങ്ങളെ BJPക്ക് എതിരാക്കുക. അതിനുവേണ്ടി ബോധപൂർവം വാൽവുകൾ അടച്ചു വെച്ചുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ കുടിവെള്ള പ്രശ്നം ബോധപൂർവം സൃഷ്ടിച്ചാണ്. കുരിയാത്തി ജലസേചന വകുപ്പിൻ്റെ കുരിയാത്തി ബ്രാഞ്ച് കുരിശാഖയിലുള്ള AE ഉപരോധിച്ചുകൊണ്ട് BJP കൗൺസിലർ നിലത്ത് കിടന്നു 12 വാർഡുകളിൽ. എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ മാതിരി BJPക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടുക. അങ്ങനെ ഇപ്പോൾ ഇവരെ സൂഹിക്കണ്ട, അങ്ങനെ ഇപ്പോൾ ഇവർ ഭരിക്കണ്ട എന്നുള്ളതാണ്. BJPയുടെ ഭരണവും ആ BJP ഭരണം നടത്തുന്ന ആനുകൂല്യത്താൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സുഗമമായി നടത്തുകയും ചെയ്താൽ അത് BJPക്ക് ഒരു ഗുണമായി പൊന്തൂവലാവും. അത് ഞാൻ ഭയപ്പെടുന്നത് ഇവർ ഇതിനൊക്കെ പൊങ്കാല ദിവസം വേറെ എന്തെങ്കിലും ആക്രമണങ്ങളോ മറ്റു കാര്യങ്ങളോ സംഘടിപ്പിക്കാൻ അറിയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഭയപ്പെടുന്നത്. എന്തായാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും പ്രയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ്റെ BJP ഭരണത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള എന്ത് കുൽസിത മാർഗവും സ്വീകരിക്കും. ഇപ്പോൾ മറ്റൊരു വിവാദം, KGMO അവരുടെ ഒരാളെ പുറത്താക്കിയത് കൊണ്ടുള്ള സമരങ്ങൾ. അപ്പം അവർ ഇപ്പോൾ ഒരു മടിയുമില്ലാതെ പറഞ്ഞു, ആറ്റുകാൽ ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, ആറ്റുകാലിൽ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഡോക്ടേഴ്സ് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഒരു ജീവൻ അല്ലേ, അയാൾ ആദ്യം പ്രതിജ്ഞ എടുക്കുന്നതാണ്, ഒരാളുടെ ജീവനാണ് ആദ്യം, രാഷ്ട്രീയം പിന്നെയാണ്. പക്ഷേ അതേ ഡോക്ടർമാർ പറയുന്നു, ഞങ്ങൾ ആറ്റുകാൽ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ അല്ല, അത് വേറൊരു വിഷയമാണ്, ഇതുമായിട്ട് കൂട്ടിക്കൂട്ടേണ്ടതാണെന്നെങ്കിൽ. എന്നാലും അവരുദ്ദേശിക്കുന്ന ആറ്റുകാരാണ് പ്രത്യക്ഷത്തിൽ അവർക്ക് ഒന്ന് ബാർഗെയിൻ ചെയ്യാൻ പറ്റിയൊരു സമയം. ആറ്റുകാലിലെ ഗവൺമെൻറ് പേരിനെങ്കിലും മെഡിക്കൽ ഇത് ഉണ്ട്, എന്താ മെഡിക്കൽ ടീമുണ്ട്. ആ ടീമിലേക്ക് ഒരു സർക്കാർ ഡോക്ടർമാരാണ്. ഇപ്പം ഒരുപക്ഷെ സർക്കാർ മാറി നിന്നാൽ പോലും അന്ന് സേവാഭാരതി വളരെ വിപുലമായി മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ സേവാഭാരതി പ്രവർത്തകരുണ്ട്, ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്.
പക്ഷെ ഗവൺമെൻറ് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിലപേശാൻ പറ്റിയ ആദ്യത്തെ ഒരു അവസരമാണ് ആറ്റുകാൽ പൊങ്കാല. ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരില്ല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒരുപക്ഷെ കീഴടങ്ങുമെന്ന് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അവരും ലക്ഷ്യം വെക്കുന്നത്, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഡോക്ടർമാരാണ്, ഇടതുപക്ഷ യൂണിയനാണ്, അവർ ലക്ഷ്യം വെക്കുന്നത് ആറ്റുകാലാണ്. മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെതാണ് ഉത്സവമെങ്കിൽ ഞങ്ങൾ റംസാന് ഞങ്ങളുടെ ഡോക്ടർമാർ പോവില്ല, പറയില്ല, അല്ലെങ്കിൽ ക്രിസ്മസിന് ഞങ്ങൾ ഡോക്ടർമാർ പോവില്ല എന്നവർ പറയില്ലായിരുന്നു. അപ്പൊ ഇവര് ഇടതുപക്ഷത്തിന്റെ കൊട്ടേഷൻ വാങ്ങിയിട്ടുള്ള ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകർ തന്നെയാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ളത്. മനസ്സിലായല്ലേ? KGM എന്ന് പറയുന്ന കേരള മെഡിക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഇടതുപക്ഷത്തിന്റെയാണ്. സ്വാഭാവികമായും ഇവരിൽ നിന്ന് ഇതിനെ പ്രതീക്ഷിക്കണം. നമുക്ക് പങ്കില്ല. ഇവരുടെ അവകാശത്തെക്കുറിച്ചോ അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സമരം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എത്തിക്സ് നിങ്ങൾ പറഞ്ഞ മാതിരി വേറൊരു ഭാഗത്തുണ്ട്. ഒരു മനുഷ്യജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. നമുക്കത് വേറൊരു വിഷയമായിട്ട് എടുക്കാൻ വേണമെങ്കിൽ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് വയറ്റിൽ. ഞാൻ ഈ ആറ്റുകാലായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദങ്ങളാണ് ഇങ്ങനെ ഇവർ ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഹിന്ദുവിനെ ഞാൻ പച്ചക്ക് പറയാം, നിങ്ങളെന്നെ വർഗീയവാദി എന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഹിന്ദുവിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഇവരുടെ എല്ലാം നാവിന് ബലം കൂടുന്നത്. അതെ, മറ്റേതെങ്കിലും ഇതര മതസ്ഥരുടെ ഒരു ആവശ്യങ്ങൾക്ക് മുമ്പിലും ഇവരുടെ നാവ് പൊങ്ങില്ല. അവര് കീഴടങ്ങോടെ. ഇപ്പം നമ്മൾ മാഘമഹോത്സവം നടന്നു മലപ്പുറത്ത്, ഞാൻ പോയതാണ്. അവിടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഒരാള് 2-3 പോലീസുകാരുണ്ടായിരുന്നു എന്നല്ലാതെ അവിടെ നിയന്ത്രിക്കാനോ അവിടെ കുടിവെള്ളം കൊടുക്കുവാനോ അവിടെ മെഡിക്കൽ ടീമിനെ അയക്കുവാനോ ഒരാള് ഗവൺമെന്റ് ഏതെല്ലാം രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതെ, ചെയ്യില്ല. ഇപ്പം 15,000 കോടി രൂപയുടെ വരുമാനമാണ് അത്ര UP സർക്കാർ ഉണ്ടാക്കി. 15,000 കോടി രൂപയുടെ വരുമാനം UP സർക്കാർ ഉണ്ടാക്കിയ അലഹബാദിലെ കുംഭമേളയോടനുബന്ധിച്ച്. പക്ഷെ കേരളത്തിലെ മാഘമഹോത്സവം നടന്നു താമസിക്കുമ്പോൾ, ഞാനൊക്കെ പോയിട്ട് തിരൂരാണ് താമസിച്ചത്. അപ്പോൾ താമസിക്കുമ്പോൾ സൗകര്യമില്ല. ബസ് മര്യാദയ്ക്ക് ബസ് വിട്ടിട്ടില്ല. തിരൂരിന്നോ തിരുനാവായിലേക്ക് ബസ് വിട്ടിട്ടില്ല കൃത്യമായി. ഒരു ബോട്ട് സർവീസ് അല്ലെങ്കിൽ ഒരു വള്ളം അക്കരെ കൊണ്ടുപോകാനില്ല. നമ്മൾ കെട്ടിയ താൽക്കാലിക പാലം പോലും പ്രവേശനം ഒരു തടഞ്ഞു. അവസാനം ഒരു 3-4 ദിവസത്തിന് മുമ്പാണ് തുറന്നു കൊടുത്തത്. ഇങ്ങനെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാനല്ലാതെ അതിനെ അനുകൂലിക്കാനോ അതിനെ സഹായിക്കാനോ, ഞാൻ വെച്ചോട്ടെ ഏത് മതസ്ഥരായാലും ശരി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യം കൊടുക്കുക. ഗവൺമെന്റ് ബസ് വിട്ടാൽ അവർക്ക് പൈസ കിട്ടുകയല്ലേ? അവിടെ ഒരു മെഡിക്കൽ ടീമിനെ അയച്ചാൽ ഗവൺമെന്റ് പൈസ കിട്ടുകയല്ലേ? അതിനെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനുള്ള ഒരു കർമ്മ കുശലത ഈ ഗവൺമെന്റ് ഇല്ലാതെ പോയി. അത് ഹിന്ദുവിന്റെ ആഘോഷമാണ്. അതേസമയം നോക്കൂ, സുന്നി വിഭാഗത്തിന് യാത്ര നടന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഗവൺമെന്റിന്റെയും എല്ലാ ആളുകളും അവിടെ നേതാക്കന്മാരോടെ പോയത്. അവർക്ക് വേണ്ടി നിലം വാരിക്കോരി കൊടുത്തത്, ഇവരുടെ മുമ്പിൽ വെച്ചാണ് അവർ ആവശ്യപ്പെട്ടത് 4 ജില്ലകൾ അധികം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഞാൻ അങ്ങോട്ടിനും ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ ആറ്റുകാൽ പൊങ്കാല, ആറ്റുകാലിനോട് ഉള്ളത് ഹിന്ദുവിനോടുള്ള ഒരു വലിയ അവരുടെ വൃത്തികെട്ട മുഖത്തിൻ്റെ അത് ആ മുഖം കാണിക്കുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷം. ഇവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്.